ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ പാലക്കാട് നിന്നുള്ള എം.പി. കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എം.പി. സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ലൈവത്തോൺ ദേശീയപാതകൾ മാത്രമല്ല ഈ സംസ്ഥാനത്തിന്റെ പൊതുനിരത്തുകളുടെ അശാസ്ത്രീയത എത്ര കണ്ടുണ്ട്, അപകടത്തുരുത്തുകൾ ഏതൊക്കെയെന്ന ഒരു പരിശോധനയാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിനിടയിലാണ് താങ്കൾ ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയെന്നറിയുന്നത്. നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് ഈ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത സംബന്ധിച്ച ഒരു പരിശോധന താങ്കൾ ആവശ്യപ്പെടുന്നു എന്നറിയുന്നു. താങ്കൾ അത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയെ കണ്ടു കഴിഞ്ഞോ? എന്താണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം? ഞാനിപ്പോ കഴിഞ്ഞ ദിവസം അപകടം നടന്ന കല്ലടിക്കോട് പ്രദേശത്താണുള്ളത്. അവരുടെ കുടുംബാംഗങ്ങളെ കണ്ട് അവരുടെ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞാല് വളരെ ദുഃഖസാന്ദ്രമായിട്ടുള്ളൊരു സാഹചര്യം, ഇതുപോലെ ദാരുണമായ സംഭവം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. 4 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ റോഡ് അപകടം ഈ പാലക്കാട് മണ്ണാർക്കാട് ഹൈവേയിലാണ് ഈ അപകടം. ഇത് തുടർച്ചയായിട്ട് ഈ ഹൈവേയില് അപകടം നടന്നുകൊണ്ടിരിക്കുക. 4 വർഷമായിട്ട് ഈ റോഡിന്റെ നിർമ്മാണം ഇന്ന് വരെ പൂർത്തിയാക്കിയിട്ടില്ല. 5ാമത്തെ വർഷത്തിലേക്ക് കടന്നു. സ്ഥലമേറ്റെടുപ്പിന് 1.5 വർഷക്കാലം എടുത്തു. അതിനുശേഷം നിർമ്മാണം ആരംഭിച്ച് ഇന്ന് വരെ പൂർത്തിയാക്കിയിട്ടില്ല. ഈ റോഡ് നിർമ്മാണം തുടക്കത്തിൽ തൊട്ട് പല ഘട്ടങ്ങളിലും ഞാൻ ഇടപെട്ടു, ഒരുപാട് ജനപ്രതിനിധികൾ ഇടപെട്ടു, തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെട്ടു, നാട്ടുകാരിടപെട്ടു. ഒരു പരിഹാരവും കൃത്യമായിട്ടുണ്ടായില്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കരാറുകാർക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാര് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള നടത്താനുള്ള ഒരു വഴിയാണ് റോഡ് നിർമ്മാണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിക്കൂട്ട് നിർത്തേണ്ടത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർ കണ്ണടക്കിയാണ്. അവർ തയ്യാറാക്കുന്ന ഡിസൈൻ, അവർ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. ജനത്തിനോട് ചോദിച്ചിട്ടല്ലല്ലോ. ഈ അപകടം ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ റോഡ് മുഖാന്തരം സമീപവാസികൾക്ക് ഉണ്ടാകുമ്പോൾ ഒന്നും പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പൊ അതിന്റെ ഏത് ഫോറത്തിൽ ആരെ കാണണം ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചോദിച്ചാൽ പറയും അത് നാഷണൽ ഹൈവേയോട് ചോദിച്ചാൽ പറയും അത് എഞ്ചിനീയർമാർ ഡിസൈൻ തയ്യാറാക്കിയതാ, കരാറുകാര് മറ്റൊന്ന് പറയും. യഥാർത്ഥത്തിൽ കേരളത്തില് ഇത് ഒരു സമഗ്രമായ പഠനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സിഗ്നൽ സിസ്റ്റം ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോട്ടിൽ പോലീസ് നിന്നാൽ ഗതാഗത കുരുക്കുണ്ടാകുക. അപ്പൊ യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് ട്രാഫിക് നിയന്ത്രിക്കുന്നവർക്ക് പോലും പ്രത്യേകമായിട്ടൊരു ക്ലാസ്സോ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനമോ അവർക്കില്ല. അവര് ഇടത് കൈ കാണിച്ച് ഇടതു ഭാഗത്ത് നിർത്തും, വലതു കൈ കാണിച്ച് വലതു ഭാഗത്ത് നിർത്തും. ട്രാഫിക് ബ്ലോക്ക് ആക്കും. എവിടെയെങ്കിലും റോഡിൽ പോലീസ് ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, അവിടെ ട്രാഫിക് ബ്ലോക്ക് ആ കാരണം കൊണ്ടാണ്. എം.പി. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു ഇടപെടൽ ആവശ്യമായി വരുന്നത് താങ്കൾ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത അത് പ്രത്യേകം പരിഗണിക്കണം എന്ന് തോന്നുന്നു. കാരണം ഈ ഉത്തരേന്ത്യയിലും മറ്റുമുള്ള ഉദ്യോഗസ്ഥർ, കേരളത്തിന്റെ ഭൂപ്രകൃതി വ്യത്യസ്തമാണ്, ഇതിന്റെ ഘടന വ്യത്യസ്തമാണ്. നമുക്കറിയാം മണ്ണിന്റെ ഘടന പോലും പലപ്പോഴും റോഡ് നിർമ്മാണത്തെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ മറ്റെവിടുന്നോ തയ്യാറാക്കുന്ന ഒരു ഡിസൈനുമായി റോഡിലേക്ക് വരുമ്പോൾ ഈ പ്രാദേശികമായ ഒരു കൂടിയാലോചനയും ഇല്ലാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, അല്ലേ? ഇത് പ്രാദേശികമായിട്ട് കൂടിയാലോചിക്കേണ്ടതില്ല. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാറ്റലൈറ്റ് സർവേയിലൂടെയാണ് റോഡുകളുടെ ഗതിവിഗതികളും എങ്ങനെ വേണം ശാസ്ത്രീയമായിട്ട് എന്നൊക്കെ പരിശോധിക്കുന്നത്. അങ്ങനെയാ. നല്ല എക്സ്പേർട്ടുകളുണ്ട്, നല്ല റോഡുകൾ കേരളത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം എത്ര ഇരട്ടി വാഹനങ്ങളാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് റോഡ് സൗകര്യങ്ങളില്ല. 1. 2, ഉള്ള റോഡുകൾ ശാസ്ത്രീയമായിട്ടല്ല നിർമ്മാണം നടക്കുന്നത്. മറ്റ് പല സ്റ്റേറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രിക്ക് രാത്രി ഒരു പോർഷൻ അവർ നിർമ്മിച്ചു കഴിയുകയാണ്. ഇവിടെ അതല്ല, രാത്രിയില്ല, പകലുമില്ല, ഒരു നിയന്ത്രണവും ഇല്ല, ആർക്കും ചോദിക്കാനില്ല, പറയാനില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഫൈനാണ്. അത് കൃത്യമായിട്ട് വന്നോളും, അതൊന്ന് പൈസ ഈടാക്കും. അതിന് ഗവൺമെന്റ് മുൻപന്തിയിലാണ്. അതല്ലാതെ ജനങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ ജീവൻ ഇതിനെയൊക്കെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വികസനമോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ അല്ല നടക്കുന്നത്. പലപ്പോഴും ഇവര് കരാറുകാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ആവശ്യത്തെ കൂട്ടുകെട്ടാൻ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അപകടത്തിന് ഉത്തരവാദികൾ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരും കരാറ് കമ്പനിയാണ്. ഇവര് 2 പേരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ എസ്റ്റിമേറ്റിന്റെ ഈ മാറ്റം. ഈ പരാതികളൊന്നും പരിഹരിക്കാതെ അവർക്ക് ഇഷ്ടം പോലെ പോവുക. അപ്പൊ അവരെ ഒന്നും ചോദിക്കാനും പറയാൻ ആളില്ല. ജനപ്രതിയായ ഞാന് 4 വർഷമായി ലോക്സഭയിലും മന്ത്രിയെടുത്തും അവതരിപ്പിച്ചിട്ട് ഈ തൽക്കാലം ഉപശാന്തിക്ക് ചെയ്യുന്ന ചില നടപടികളല്ലാതെ ഇതിന്റെ ശാസ്ത്രീയമായ പരിശോധനയോ അല്ലെങ്കിൽ അപകട വളവ് നിർത്താനോ അപകടങ്ങൾ കുറയ്ക്കാനോ ഒരു നടപടിയും 2 ഗവൺമെന്റ് ഭാഗത്തും ഇല്ല. അപ്പൊ കണ്ണു തുറക്കണം. കാരണം ജീവൻ ഒരുപാട് വിലപ്പെട്ടതാണ്, ആരുടെയാണെങ്കിലും. ഒരുപാട് മനുഷ്യക്കുരുതികൾ നടക്കുന്ന സ്ഥലമായി കേരളം
കേരളത്തിലെ റോഡുകൾ മാറുകയാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായി തന്നെ ഇതൊക്കെ പരിഷ്കരിക്കണം. അതിന് ഗവൺമെന്റ് കൃത്യമായ നടപടി തന്നെ എടുക്കണം. യെസ്, വളരെ നന്ദി എന്തായാലും MP പ്രതികരിച്ചതിന്. താങ്കൾ അത് സംബന്ധിച്ച ഈട്ടപ്പെടലുകളുമായി മുന്നോട്ട് പോകുക. നമുക്ക് ദേശീയപാത മാത്രമല്ല ഏത് പാതയുടെ നിർമ്മാണത്തിലും അശാസ്ത്രീയത പാടില്ല. കാരണം അത് ജനത്തിന്റെ ജീവൻ എടുക്കുന്നതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി അക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്.